സ്കിന്നിന് എത്ര ലെയേഴ്സ് ഉണ്ട്? ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരാളോട് ചോദിച്ചാലും 3 ലെയേഴ്സ് എന്നാണ് സാധാരണ നമുക്ക് കിട്ടുന്ന മറുപടി. എന്തൊക്കെയാ? എപ്പിഡെർമിസ്, ഡെർമിസ്, ഹൈപ്പോഡെർമിസ് അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. ഇനി അക്കോർഡിംഗ് ടു ആയുർവേദ സപ്തത്വക്ക് അല്ലെങ്കിൽ 7 ലെയേഴ്സ് ഓഫ് സ്കിൻ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞാനിപ്പോൾ സ്കിന്നിൻ്റെ ലെയേഴ്സ് പറയാനല്ല ഈ വീഡിയോ ചെയ്യുന്നത്, ഒരു കണ്ടീഷൻ പറയാനാണ്. ഈ ഡീപ്പർ സബ്ക്യൂട്ടേനിയസ് ലെയേഴ്സിൽ നിന്ന് കാണുന്ന ഒരു സ്വെല്ലിങ്, അതിനെ പറയുന്ന ഒരു കണ്ടീഷനാണ് ആൻജിയോഡിമ. പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിലും അതിൻ്റെ സിംറ്റംസ് കേൾക്കുമ്പോൾ കക്ഷി ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സിംറ്റംസ് ഒന്നാമത്തെ കാര്യം തൊട്ട് പറഞ്ഞു തുടങ്ങാം. സിംറ്റംസിൽ ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് ഇതിന് ഇച്ചിങ് ഉണ്ടാവില്ല. ഒരു സ്വെല്ലിംഗ് ആണെന്ന് മനസ്സിലായി, പക്ഷെ അത് ഇച്ചിങ് ഇല്ലാത്ത പെയിൻഫുൾ ആയിട്ടുള്ള ബേണിംഗ് ടൈപ്പ് ആയിട്ടുള്ള ഒരു സ്വെല്ലിംഗ്, അതിന് പറയുന്ന പേരാണ് ആൻജിയോഡിമ എന്ന്. ഇത് യൂഷ്വലി കാണുന്നത് നമ്മുടെ ഫേസിൽ, ലിപ്സിൽ, അതുപോലെ തന്നെ പാംസിൽ, സോൾസിൽ, അതുപോലെ എക്സ്റ്റേണൽ ജെനിറ്റാലിയിലൊക്കെ റയറായിട്ട് കാണാറുണ്ട്. ആൻജിയോഡിമയ്ക്ക് 2 ഫോംസാണ് ഉള്ളത്. ഒന്ന് അക്യൂട്ട് ആൻജിയോഡിമി, ഒന്ന് ക്രോണിക് ആൻജിയോഡിമി. അക്യൂട്ട് ആൻജിയോഡിമ എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന ഒരു കണ്ടീഷനാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റം, എന്തെങ്കിലും അലർജൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ അലർജിക് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം കഴിച്ചു അല്ലെങ്കിൽ കുടിച്ചു എന്ന് വിചാരിക്കുക. അതിനുശേഷം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ഉണ്ടാവും, IgE മീഡിയേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ആ റിയാക്ഷൻസ് ഏതൊക്കെയായിരിക്കാം? മേ ബി ഒരു ചുണ്ടൊക്കെ തടിച്ചു പൊങ്ങുക, അല്ലെങ്കിൽ നാവൊക്കെ തടിച്ചു പൊങ്ങുക, അല്ലെങ്കിൽ ഇതൊന്നുമല്ല ഫേസിലൊരു ഡിസ്ഫിഗറേഷൻ വരിക, നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ബേണിംഗ് സെൻസേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മേ ബി ഈ അക്യൂട്ട് ആൻജിയോഡിമയിലേക്കാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. വേറെ ഒരു ഡിസീസ് കണ്ടീഷനാണ് ക്രോണിക് ആൻജിയോഡിമ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ് എപ്പോഴും. ഇതിൻ്റെ എപ്പിസോഡ്സ് എപ്പോഴാണോ, അത് റെക്കറൻ്റ് എപ്പോൾ ചെയ്യുന്നോ ഒന്നും നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് എത്ര നാൾ ബോഡിയിൽ പെർസിസ്റ്റ് ചെയ്യുന്നുള്ളതും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ കണ്ടീഷനാണ് ക്രോണിക് ആൻജിയോഡിമ എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി 40 to 50 ഇയേഴ്സ് ഗ്യാപ്പിലുള്ള ലേഡീസിലാണ് കൂടുതൽ കാണാറുള്ളത്. നമ്മുടെ ആയുർവേദത്തിൽ ഈ ആൻജിയോഡിമയ്ക്ക് നമ്മൾ ഒരു സിംറ്റം ആയിട്ടാണ് പറയുന്നത്, അതൊരു ഡിസീസ് കണ്ടീഷൻ ആയിട്ടല്ല പറയുന്നത്. അങ്ങനെ ഒരു ഫീച്ചേഴ്സ് നമ്മുടെ ബോഡിയിലോട്ട് കാണുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ള കോസ് കണ്ടുപിടിച്ച് ആ കോസിനനുസരിച്ചുള്ള റിവേഴ്സൽ ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കുക. ആ കോസ് നിദാന പരിവർജനമാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. ആ രീതിയിൽ മെഡിസിൻസ് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യാനും പറ്റും.